സൂപ്പർ ഹിറ്റ് ചിത്രമായ ആറാം തമ്പുരാനിൽ അപ്പൻ തമ്പുരാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നു നീങ്ങുകയായിരുന്ന ലാലേട്ടനെ പുറകിൽ നിന്നും എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിച്ച ഭീമൻ രഘുവിനോട് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കുവാൻ പറ്റില്ല, ഓർക്കണം. എന്നാൽ ഇതൊന്നും ഓർക്കാതെ 2025 വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എയറിൽ കയറിയ ചില മാന്യ വ്യക്തികളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ഫാക്ട് ആൻഡ് ഫൺ ക്ലബ്. ആദ്യമായി ബഹിരാകാശത്തിനുമപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വരെ എത്തിച്ചേർന്ന നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സ്ത്രീ പീഡന പരാതികൾ ഓരോന്നായി തനിക്കെതിരെ വന്നപ്പോൾ ഹൂ കെയേഴ്സ് പറഞ്ഞ് MLA ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇരകൾ വ്യക്തമായ തെളിവുകളുമായി മുന്നോട്ട് വന്നതോടെ MLAക്ക് പത്തി മടക്കേണ്ടി വന്നു. പല കേസുകളിലും പോലീസ് പ്രതി ചേർത്തപ്പോൾ പലയിടങ്ങളിലും ഒളിവിലിരുന്നാണ് MLA ഭരണം നടത്തിയത്. താൻ പറഞ്ഞുപോയ ഹൂ കെയേഴ്സ് തനിക്ക് ഇത്രയും വലിയ പാരയാകുമെന്ന് രാഹുലും വിചാരിച്ചു കാണില്ല. എന്തായാലും എല്ലാ ട്വിസ്റ്റുകൾക്കും അവസാനം കോൺഗ്രസ് പാർട്ടി രാഹുലിനോട് ഹൂ കെയേഴ്സ് പറഞ്ഞതോടെ രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയറിന് ഏതാണ്ടൊക്കെ ഒരു അവസാനമായിരിക്കുകയാണ്. ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നത് മറ്റൊരു രാഹുലിനാണ്. നമ്മുടെ മലയാളക്കരയിൽ പുരുഷവർഗത്തിനു വേണ്ടി ഘോരം വാദിക്കുന്ന രാഹുൽ ഈശ്വർ. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേരും മേൽവിലാസമൊക്കെ പരസ്യമായി വെളിപ്പെടുത്തിയതിനും അവരെ മാനസികമായി തളർത്തുന്നതിനും ഭീഷണിപ്പെടുത്തിയതിനുമൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ ജയിലിലടച്ചത്. നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും മൗനം പാലിച്ചതിനും അതോടൊപ്പം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയതിനും പിണറായി വിജയനും അതോടൊപ്പം CPM പാർട്ടിയും പലപ്പോഴും ഏറിലായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയും പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുമൊക്കെ സംശയത്തിന്റെ നിഴലിലായപ്പോൾ പുറത്തിറക്കിയ പോറ്റിയ കേറ്റി എന്ന ഗാനം ആഗോള വൈറലായതോടെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒരുമിച്ച് ബഹിരാകാശത്തെത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വലിയ തോൽവിക്ക് ഇത് വഴിവെച്ചു. പാർട്ടിയുടെ ഈ വലിയ തോൽവിയെക്കുറിച്ച് മണിയാശാനോട് കാര്യങ്ങൾ ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരോട് മണിയാശാൻ പറഞ്ഞ കാര്യങ്ങൾ മണിയാശാനെയും പാർട്ടിയും ഒന്നിച്ച് വീണ്ടും എയറിലാക്കി. 60 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട്. ഈ ആളുകളൊക്കെ തന്നെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ വാങ്ങി പുട്ടടിച്ചിട്ട് അവർ സർക്കാരിനിട്ട് തന്നെ പണി കൊടുത്തു എന്നാണ് മണിയാശാൻ പറഞ്ഞത്. കേരളത്തിലാകെ സെൻസേഷണലായ ഒരു കൊലക്കേസാണ് തൻ്റെ സ്നേഹിതനെ കഷായത്തിൽ വിഷം കലക്കി കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മയുടെ കൊലക്കേസ്. എന്നാൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രശസ്ത എഴുത്തുകാരി KR മീര നടത്തിയ ഒരു പരാമർശം വലിയ വിവാദങ്ങൾക്ക് ഇടവയ്ക്കുകയുണ്ടായി. ചില ടോക്സിക് റിലേഷനുകളിൽ നിന്നും പുറത്തു വരുവാൻ വേണ്ടി പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരുമെന്നാണ് മീര പരാമർശിച്ചത്. അശ്ലീല ചുവയുള്ള ഹൈക്കു കവിതകളും തെറിയഭിഷേകം നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ഈ വർഷം ആക്ടർ വിനായകൻ ഏറെ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ചില വ്യക്തികളെയും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കണക്കിന് തെറി പറഞ്ഞ വിനായകനെ ജയിലിലടക്കണമെന്ന് വരെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമുയർന്നു. മൂന്നാം മോദി സർക്കാരിലെ ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി പിന്നോക്ക ക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ ജോർജ് കുര്യൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് വലിയൊരു പ്രസ്താവന നടത്തി. ആരോഗ്യരംഗം, സാക്ഷരത, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നിവയിലൊക്കെ ഇന്ത്യക്കും ലോകത്തിനു തന്നെ മാതൃകയായ നമ്മുടെ കൊച്ചു കേരളം ഒരു ബാക്ക്വേർഡ് ക്ലാസ് സ്റ്റേറ്റ് ആണെന്നാണ് കുര്യൻ പ്രസ്താവന ഇറക്കിയത്. എന്തായാലും ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മന്ത്രി എയറിലായി. ലോകത്താകെ 300 ബില്യൺ ആളുകളാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷനിലൂടെ കടന്നുപോകുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. എന്നാൽ നടിയും നർത്തകിയും ഗായികയുമൊക്കെയായ കൃഷ്ണപ്രഭ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ജോലി മേലെയും ഒന്നും ഇല്ലാതിരിക്കുന്നവർക്കാണ് ഡിപ്രഷൻ വരുന്നത്. പണ്ട് നമ്മൾ വട്ടെന്ന് പറയുന്നതിന് പകരം ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ശൂന്യാകാശത്ത് എത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ താരമാകുന്നതിന് മുമ്പേ നമ്മുടെ കേരളത്തിൽ സൂപ്പർ സ്റ്റാറായി വിലസിക്കൊണ്ടിരുന്നത് നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ ആയിരുന്നു. CPMന്റെ സ്വതന്ത്ര MLA ആയിരുന്ന അൻവർ പിണറായി ഗവൺമെന്റിനെതിരെയും പോലീസിനെതിരെയും കടുത്ത ആക്ഷേപങ്ങളുമായി പൊരുതി നിന്നു. അങ്ങനെ MLA സ്ഥാനമൊക്കെ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറാമെന്ന അൻവറിന്റെ മോഹത്തിന് VD സതീശൻ വിലങ്ങുതടിയായി. അപ്പോൾ VD സതീശനെ അൻവർ ഹിറ്റ്ലർ എന്ന് മുദ്രകുത്തി. സതീശനും കോൺഗ്രസും തന്നെ ദയാവധത്തിന് വിധിച്ചിരിക്കുകയാണെന്നും അൻവർ വിലപിച്ചു. ഇങ്ങനെ എല്ലാമൊക്കെ ആയപ്പോൾ അൻവറിനെ CPMും കോൺഗ്രസും ഒത്തുചേർന്ന് എയറിലാക്കി. ഇനി അവസാനമായി കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തി ബഹിരാകാശത്ത് നേരിട്ട് ലാൻഡ് ചെയ്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. മലപ്പുറം ഒരു പ്രത്യേകം രാജ്യമാണെന്നും അവിടെ ചില പ്രത്യേകതരം ആളുകളാണ് ഉള്ളതെന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ തട്ടിവിട്ടത്. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതും ഈ പരാമർശം നടത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളിയെ ഒപ്പമിരുത്തി യാത്ര ചെയ്തുമൊക്കെ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. എന്തായാലും പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വലിയ പരാജയത്തിന് ഇതും ഒരു കാരണമായി മാറിയിട്ടുണ്ട്. 2025 ഇനിയും ഇതുപോലെ വാവിട്ട വാക്കുകൾ പറഞ്ഞ് എയറിലെത്തിയ ഒരുപാട് താരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പേരുകൾ കമന്റുകളായി രേഖപ്പെടുത്തുക.